തിരുവനന്തപുരം ബാലരാമപുരത്ത് ക്രൂരമായ കൊലപാതകത്തിനിരയായ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. മതപരമായ ചടങ്ങുകൾ ഒന്നുമില്ലാതെയായിരുന്നു സംസ്കാരം. ബന്ധുവിന്റെ വീട്ടുവളപ്പിലാണ് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചത്. രാവിലെ മുതൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന കുടുംബാംഗങ്ങളിൽ കുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശിയും വിട്ടയച്ചു. അവർ വീട്ടിലെത്തിയ സംസ്കാരത്തിന് മുന്നേ കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടു. അമ്മയും അമ്മാവനും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. ദേവേന്ദുവിൻ്റെത് മുങ്ങിമരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത് താനാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് എന്നാൽ ഇത് വിശ്വസിച്ചിട്ടില്ല. കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ രക്ഷിക്കാനാണോ ഹരികുമാർ കുറ്റം സമ്മതിച്ചെന്ന സംശയം പോലീസിനുണ്ട്. ശ്രീധുവിന്റെ ഹരികുമാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുട്ടിയുടെ അമ്മ ശ്രീധുവും ശ്രീജിത്തും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്ന വിവരമുണ്ട്. കഴിഞ്ഞ 2 മാസമായി ശ്രീജിത്ത് വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. മുത്തച്ഛന്റെ മരണശേഷം 16 ദിവസം തികയുന്ന ചടങ്ങുകൾക്കായാണ് ശ്രീജിത്ത് ഇന്നലെ വീട്ടിലെത്തിയത്. ശ്രീധു ദേവസ്വം ബോർഡ് ജീവനക്കാരിയാണെന്നും ലക്ഷങ്ങളുടെ കടബാധ്യത അവർക്കുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി ശ്രീധുവും ഹരികുമാറും തമ്മിൽ ദീർഘനേരം വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു. സഹോദരി സഹോദര ബന്ധത്തിനപ്പുറമുള്ള ചാറ്റുകളാണ് പോലീസിന് ലഭിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കുട്ടിയെ കാണാനില്ലെന്ന് പരാതി ലഭിക്കുന്നത്. പോലീസ് നടത്തിയ തെരച്ചിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. കുഞ്ഞു തനിയെ കിണറ്റിൽ വീഴാൻ സാധ്യതയില്ലെന്ന പോലീസ് നിഗമനമാണ് അന്വേഷണം വീട്ടുകാരിലേക്ക് എത്തിച്ചത്. ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവരെന്ന് പോലീസ് പറയുന്നു. കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരൻ ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഹരികുമാറിന്റെ മൊഴി. തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും ഇവർ വാട്സപ്പ് വീഡിയോ കോളുകൾ വിളിച്ചിരുന്നു. ശ്രീധു മതപഠന ക്ലാസുകൾ എടുത്തിരുന്നു. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ. ഈ പൂജാരി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് സൂചന. ആഭിചാര ക്രിയകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിൽ കുടുങ്ങിയപ്പോൾ രക്ഷിച്ചുവെന്നാണ് ശ്രീധു പോലീസിന് നൽകിയ മൊഴി. അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ചു തുടങ്ങിയതെന്ന് ശ്രീധു പറയുന്നു. സുഹൃത്തായ കരിക്കകം സ്വദേശി 30 ലക്ഷം തട്ടിയെടുത്തുവെന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞു. വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുത്തതെന്നാണ് മൊഴി. ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. ഹരികുമാർ ജോലിക്കൊന്നും പോയിരുന്നില്ല. നാട്ടുകാർക്ക് ഹരികുമാറിനെ കുറിച്ച് കാര്യമായി അറിയില്ല. സഹോദരി ഇഷ്ടമായിരുന്നു, എന്നാൽ കുട്ടികളെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം തേടുകയാണ് പോലീസ്. ഏറെ നാളായി ശ്രീധുവും ഭർത്താവും ശ്രീജിത്തും അകന്നു കഴിയുകയാണ്. ഇവർക്ക് 8 വയസ്സുള്ള മകൾ കൂടിയുണ്ട്. ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ കുടുംബത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു. കുഞ്ഞിനെ കൊന്ന ശേഷം കൂട്ട ആത്മഹത്യക്കാണോ ശ്രമമെന്നായിരുന്നു സംശയമെങ്കിലും അത് പോലീസ് തള്ളി. കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി. അമ്മയുടെ കുടുംബ വീട്ടിൽ കുഞ്ഞിനെ സംസ്കരിച്ചു. അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മ ശ്രീകലയും സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പോലീസ് എത്തിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവ് ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹരികുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഭക്ഷണം കഴിക്കുകയോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് പോലീസിനോട് ഹരികുമാറിന്റെ മറുപടി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത്. അപ്പോൾ ഹരികുമാറിനിട്ട് നല്ല ഇടി കിട്ടുമ്പോൾ ഹരികുമാർ എല്ലാം പറഞ്ഞുവിടും. എന്തായാലും കൊള്ളാം. ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ എന്താ പറയാ, വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. പിന്നെ അവരുടെ ഭർത്താവ് വന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നും കേൾക്കുന്നു. കൂടുതലെന്ത് പറയാനാണ്. ഇത് വായിക്കുമ്പോൾ എന്തോ കള്ളക്കളികൾ ഇവർ തമ്മിൽ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആങ്ങളെ പെങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നു, പെങ്ങള് ആങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് കണ്ടെത്തുക തന്നെ വേണം. 2 വയസ്സുള്ള ഒന്നും അറിയാത്തൊരു കുഞ്ഞാണ് മരിച്ചത്.